എല്ലാ ദേവന്മാരുടെയും ശക്തികൾ സമാഹരിച്ചതിൽ നിന്നാണ് ദുർഗാദേവി ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ഒരു സാധകൻ എല്ലാ ഗുണങ്ങളെയും ശക്തികളെയും സമാഹരിച്ച് ഏകാഗ്രമായി പോരാടിയാൽ മാത്രമേ തന്നിൽ രൂഢമായിരിക്കുന്ന വാസനകളെയും അജ്ഞാനത്തെയും ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. ക്രോധം, വിദ്വേഷം, അസൂയ, ആലസ്യം, സംശയം, അത്യാഗ്രഹം, മതം, മാത്സര്യം ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലെ ആസുരീയ ഭാവങ്ങൾ. ദുർവാസനകളിലും മതത്തിലും ഇന്ദ്രിയ സുഖങ്ങളിലും രമിക്കുന്നവരാണ് അസുരന്മാർ. അതിന് മാത്രമാണ് ജീവിതം എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. ഈശ്വരശക്തിയുടെ സഹായത്തോടെ വേണം നമ്മൾ നമ്മളിലെ അസുരഭാവങ്ങളെ നിഗ്രഹിക്കാൻ. നമ്മളിപ്പോൾ വീട് അല്ലെങ്കിൽ മേശയെ തൂക്കുകയാണ്, തൂത്തി അവിടെ വൃത്തിയാകും. അപ്പോൾ അടുത്ത് പുറത്തുള്ള അഴുക്കളെല്ലാം മാറും. എന്നാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് അഴുക്കൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൾ പൊങ്ങി വരും. ഇതുപോലെ സ്ഥൂലമായ മനോമാലിന്യങ്ങളെ മാറ്റിയാൽ കൂടുതൽ സൂക്ഷ്മമായ മനോമാലിന്യങ്ങളെ ജയിക്കാനുണ്ട്. മധുഗണന്മാർ താമസപ്രധാനമായ അഹങ്കാരവും വാസനകളുമാണ്. രജോഗുണപ്രദമായ അഹങ്കാരവും വാസനയുമാണ് മഹിഷാസുരൻ. സാധ്യമായ അഹങ്കാരവും അതിനോടനുബന്ധിച്ച വാസനകളുമാണ് ശുംഭനി ശുംഭന്മാർ. അനന്തമായ സങ്കല്പ വികല്പങ്ങളെ ഉണ്ടാക്കുന്ന മനസ്സിന്റെ സ്വഭാവം തന്നെയാണ് രക്തവീര്യൻ. സൂക്ഷ്മവും അതിസൂക്ഷ്മവും ആയ ഈ വാസനകളെ ജയിക്കാൻ ജീവനെ സഹായിക്കുകയാണ് ഈശ്വരശക്തി ചെയ്യുന്നത്. സർവഗുണരൂപിണിയാണെങ്കിലും ദേവിയുടെ ഏറ്റവും പ്രധാനമായ ഭാവം മാതൃഭാവമാണ്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും സഹനശക്തിയുടെയും മൂർത്തിയാണ് അമ്മ. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ സ്നേഹം, ദയ, കാരുണ്യം, വാത്സല്യം തുടങ്ങിയ ഗുണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നുവോ അതിനെല്ലാം നമ്മൾ അമ്മയെന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് 5 അമ്മമാരെ നമ്മൾ എടുത്തു പറയുന്നത്. ദേഹമാത എന്ന് പറയുന്നത് നമ്മളെ പ്രസവിച്ച അമ്മയെ പറയും. പിന്നെ ഭൂമാത, ഭൂമിദേവിയെ പറയും. ഗോമാത, പശുവിനെ പറയും. ഗോമാത നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് അങ്ങനെയാണ്. കലപ്പ മെഷീനൊന്നും വരാത്ത കാലത്ത് അതിനെ കൊണ്ടാണ് നില ഉഴുകുന്നതും. അതിൻ്റെ പാൽ കൊണ്ട് നമ്മൾ വിറ്റ് ജീവിക്കുന്നു. തൈര് കൊണ്ട് ശരീരത്തെ പോഷിപ്പിക്കുന്നു. ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. സൃഷ്ടിയുടെ ഉൽപ്പത്തി ജലമാണല്ലോ. അതിന് നമ്മൾ ഗംഗാമാത പറയുന്നു. വേദമാത എന്ന് വെച്ചാൽ അറിവ് തരുന്ന അതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാനുള്ള അറിവ് തരികയാണ്. അതിന് വേദമാതാവെന്ന് പറയും. കാരണം അതിനെയൊക്കെ മാതാവായിട്ടാണ് പറയുക. ഇവിടെ കാരുണ്യം കാണിക്കുന്നതിനൊക്കെ അമ്മയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കുഞ്ഞിനെ 10 മാസം ഗർഭത്തിൽ ധരിക്കുകയും ശൈശവത്തിൻ്റെ നിസ്സഹായാവസ്ഥയെ കുഞ്ഞിനെ പരിപാലിക്കുകയും ചെയ്യുന്നത് വളരെ ക്ലേശകരമായ ജോലി തന്നെയാണ്. കുഞ്ഞിന് ദുശ്ശാഠ്യവും അപകടങ്ങളിൽ ചെന്ന് വീഴാനുള്ള സാധ്യതയും പ്രശ്നത്തെ ഒന്നുകൂടി വലുതാക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു രാജാവ് മുമ്പിൽ സദസ്സരോട് ചോദിച്ച് ഏറ്റവും പ്രയാസകരമായ ജോലി എന്താണ്? അപ്പം രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ ഇരുന്നവരെല്ലാം പറഞ്ഞു രാജഭരണം തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് വിദൂഷണം സംഭവിച്ചില്ല. ഏറ്റവും പ്രയാസമുള്ള ഒരു കുഞ്ഞിനെ നോക്കുന്ന അമ്മയുടേതാണ്. വിദൂഷൺ പിന്നെ അമ്മമാരുടെ ത്യാഗത്തെപ്പറ്റി പറയുകയാണ്. ഒരു കുഞ്ഞുമായിട്ടുള്ള തെളിയിച്ചു കൊടുക്കാൻ വിദൂഷകനോട് പറയുകയാണ്. സദസ്സിലൊന്ന് തെളിയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തള്ളയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ വെച്ചു. അപ്പോൾ കുട്ടി പറയാണ് അമ്മ എനിക്ക് ചോക്ലേറ്റ് വേണം. അപ്പോൾ അമ്മ ഉണ്ണി ചോക്ലേറ്റ് കൊടുത്തു കുട്ടിക്ക്. പിന്നെയും കുട്ടി പറഞ്ഞു എനിക്ക് ഒന്നുകൂടി വേണം. അപ്പോൾ അമ്മ വീണ്ടും ഒന്നുകൂടെ കൊടുത്തു. വീണ്ടും കുഞ്ഞ് വെച്ച് ഇനിയും എനിക്കൊന്നുകൂടെ വേണം. അപ്പോൾ വീണ്ടും അമ്മ ഒന്നുകൂടെ കൊടുത്തു. അപ്പോഴും കുഞ്ഞിന് തൃപ്തിയില്ല. 4ാമതും ചോദിച്ചു കുഞ്ഞ് ഇനി നിനക്ക് ചോക്ലേറ്റ് തരില്ല, നിന്നെ വേറെ പ്രശ്നമാകും എന്നമ്മ കുഞ്ഞിനോട് പറഞ്ഞു. അതുമാത്രമല്ല കുഞ്ഞെ അധികം മധുരം പല്ലിനും കേടാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി. ചോക്ലേറ്റ് കിട്ടുന്നത് കേട്ടപ്പോൾ കരയാൻ തുടങ്ങി. അമ്മ എത്ര ഉപദേശിച്ചിട്ടും കുഞ്ഞ് കരച്ച് നിർത്തിയില്ല. കുഞ്ഞിൻ്റെ പിടിവാശിക്ക് അമ്മ വഴങ്ങിയില്ല. പക്ഷെ കുഞ്ഞിനെ കരച്ച് നിർത്തുകയും ചെയ്തില്ല. കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ കുഞ്ഞ് കരഞ്ഞ് ക്ഷീണിച്ചങ്ങനെ ഉറങ്ങി. പിറ്റേ ദിവസം കുഞ്ഞ് എഴുന്നേറ്റ്. അപ്പോൾ തലേദിവസം സംഭവം കുഞ്ഞിന് ഓർമ്മ വന്നപ്പോൾ അവൻ വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ ഒരു ചോക്ലേറ്റ് കൂടി കുഞ്ഞിന് കൊടുത്തു. പക്ഷെ കുഞ്ഞത് വാങ്ങിച്ചില്ല. വാങ്ങാതെ കരച്ചു തുടർന്നുകൊണ്ടേയിരുന്നു. എന്താ മോനെ നീ ചോക്ലേറ്റ് വാങ്ങാത്തതെന്ന് അമ്മ ചോദിച്ചു. കുഞ്ഞ് പറയാണ് എനിക്ക് ഇന്നലെ തന്നെ ചോക്ലേറ്റ് കഴിക്കണം, എനിക്ക് ഇന്നലെ തന്നെ ചോക്ലേറ്റ് കഴിക്കണം, എനിക്ക് ഇന്നലെ കഴിക്കണം, ഇന്നലെ ചോക്ലേറ്റ് തന്നില്ല, എനിക്ക് ഇന്നലെ കഴിക്കണം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ കുഞ്ഞിനോട് പറയാം മോനെ ഇത് ഇന്നലെ തന്നെ ആണ്, നീ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് നിനക്കല്ലെന്ന് തോന്നുന്നത്. അത് കേട്ടപ്പോൾ കുഞ്ഞ് കരച്ചു നിർത്തി ചോക്ലേറ്റ് വാങ്ങി കഴിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ എല്ലാവരും സമ്മതിച്ചു അമ്മയുടെ ജോലി തന്നെയാണ് ഏറ്റവും പ്രയാസകരമായ. അപ്പോൾ അതിൻ്റെ തലത്തിൽ പോകണം. ഇതിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണമാണ്. പക്ഷെ എത്രയോ പ്രശ്നം ഇതുപോലുണ്ട്. നമുക്ക് പലതും കേട്ടിട്ടുണ്ടല്ലോ. കരിമ്പ് വേണേ കരഞ്ഞ് കവരം മേടിച്ചു കൊടുത്തു, അത് മുറിച്ച് തന്നു പറയുമ്പോൾ മുറിച്ച് കൊടുത്തു, പിന്നെ പ്രത്യേകിച്ച് ചേർത്ത് തരാൻ പറഞ്ഞു.
ഇതുപോലൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ സ്വഭാവം. അവരെയൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ തള്ള ക്ഷമയോടുകൂടി വളർത്തുന്നു. തൻ്റെ കുഞ്ഞിനുള്ള പ്രേമം കൊണ്ട് സഹിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടുന്നു. ഇതെല്ലാം അടിസ്ഥാനം പ്രേമമാണ്. കുഞ്ഞിനോടുള്ള പ്രേമം കൊണ്ടാണ് സഹിക്കാനുള്ള ശക്തി കിട്ടുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് 9 മാസമാണല്ലോ. അമ്മ കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു കമന്ന് ശീലമുള്ള അമ്മയ്ക്ക് കമന്ന് കിടക്കാൻ പറ്റത്തില്ല. മലന്ന് തന്നെ കിടക്കണം. പല പല ദിനചര്യങ്ങളും അവർ വിചാരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് കഴിക്കണം. ഒരിക്കുന്നതിലും നിൽക്കുന്നതിലും എല്ലാം. പിന്നെ പ്രസവിച്ചാലോ ആ വേദന, പിന്നെ അതിൻ്റെ ഓരോ നിർബന്ധ ബുദ്ധി ഇങ്ങനെ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കേണ്ട. നിർബന്ധ ബുദ്ധികളോ അസുഖം വന്നാലും ഉറക്കാതെ എത്ര രാത്രികളാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പറഞ്ഞാലും അടുങ്ങാത്ത പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു അമ്മ കുഞ്ഞിനെ ഇത്ര വയസ്സ് വരെ വളർത്തിക്കൊണ്ട് വരുന്നവർക്കും. അച്ഛനില്ലെന്ന് പറയുന്നില്ല, അച്ഛനും ഉണ്ട് പങ്ക്. എന്നാലും അമ്മയുടെ കാര്യം പറയുമ്പോൾ ഞാൻ അമ്മ എടുത്ത് പറയുന്നേ ഉള്ളൂ.